വർഷമാണ് ആദ്യമായിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത്. അതും ഇവിടെ ആശ്രമ മൈതാനത്താണ്. ഞാൻ സംസ്ഥാന കലോത്സവത്തിൻ്റെ മുഖ്യാതിഥിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത്, ഇനിയും ഒരുപാട് പരിപാടികൾക്ക് വരാൻ സാധിക്കട്ടെ. അതാണ് പറ്റിയ പോലെയാണ് ഞാനിപ്പോൾ എല്ലാ മാസവും കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിലും. കാരണം യൂഷ്വലി ഇവിടെ ഇങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ് കൊല്ലം. പക്ഷെ ഇവിടെയും ഒരുപാട് കലാകാരന്മാരുണ്ട്. അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ കാണിച്ചു തുടങ്ങാം എന്നുള്ളത് ഇതൊരു ഐശ്വര്യമായി തുടങ്ങട്ടെ. ഇനിയും ഒരുപാട് ആൾക്കാർ ഇതുപോലെ സിനിമയുടെ ട്രെയിലറും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സിനിമ സെപ്റ്റംബർ 20-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ അത് പറയാനും ഞങ്ങളുടെ ട്രെയിലർ കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സുഖമാണ്. എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ഓണം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. സോ അതിലൊരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പുതിയ വിശേഷം പറയുന്നതിൽ. അപ്പോൾ ആരും മറക്കാണ്ട് 2 ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ 20-ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ കഥ ഇന്ന് വരെ റിലീസാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ 2012 തുടങ്ങിയ ജേണിയാണ്. അത് ഇത്രയും വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് കലാനിലയത്തിന് നാടകം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളോളം ഒരു 49-50 വർഷമായിട്ട് നാടകം വെച്ച ആളാണ്. അപ്പോൾ ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ വരുന്നത്. അത് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ്. എൻ്റെ ഇത്രയും കാലത്തെ കലാജീവിതത്തിൽ ഉണ്ടായ ഒരു സമ്മാനം കൂടിയായിട്ട് ഞാനിതിനെ കരുതുന്നു. പിന്നെ ഈ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല. ഇതിലെ വിഷ്ണുമോഹൻ എന്ന് പറയുന്ന ആ ഡയറക്ടറുടെ ആത്മാർത്ഥമായ കലയോടുള്ള സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഞാനും വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സിനിമ ഭദ്രമാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സിനിമയോട് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇതൊരു നല്ല സിനിമയായിരിക്കും. ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ടൈറ്റിൽ അതാണ്. 100 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സിനിമയുടെ ടൈറ്റിൽ പറയുകയാണെങ്കിൽ കഥ ഇന്നു വരെ, അന്നും പറയും കഥ ഇന്നു വരെ. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ എന്നും അനശ്വരമായ ഒരു ടൈറ്റിലാണ്. അതുപോലെ തന്നെ ഈ സിനിമയും ഒരു അനശ്വരമായ സിനിമയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിച്ച ജില്ല ഇതാണ്. 16 വന്നിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് മേപ്പടിയാൻ സിനിമ കണ്ടപ്പം നമ്മുടെ വിഷ്ണുമോഹൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ എന്തെങ്കിലും പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായൊരു സിനിമയാണത്. ഈ സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴും ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പം അത് സാധിച്ചു. വലിയ കാര്യമായി കാണുന്നു. പ്രണയമാണ് സബ്ജക്റ്റ്. കേട്ടെടുത്തോളം പല സിനിമകളും പലതും ഹിറ്റാണ്. പക്ഷെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല, അവിടെ തന്നെ തീരും. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. കഥ കുറേ ഞാൻ കേട്ടതാണ്. അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെച്ചാലേ പുതിയ സിനിമകൾ വീണ്ടും ഉണ്ടാക്കാനുള്ള ഊർജവും അതിൻ്റെ സ്രോതസ്സും ഉണ്ടാവുകയുള്ളൂ. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, വിജയിപ്പിക്കുക. ഓക്കെ, താങ്ക് യു ചേട്ടാ. അടുത്തായിട്ട് കൃഷ്ണൻ. എല്ലാവരും എനിക്ക് തൊണ്ടക്കേറിയ പ്രശ്നമുണ്ട്. അതിന് കാരണം അനുശ്രീയാണ്. ഇന്നലെ അനുശ്രീയുടെ വീട്ടിൽ ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ മത്സരങ്ങളിലും ഞാനാണ് 1ാം സമ്മാനം നേടിയത്. അപ്പോൾ അതിനുള്ള ബഹളത്തിനിടയിൽ സൗണ്ട് നഷ്ടപ്പെട്ടതാണ്. എന്തായാലും ഇതൊരു നല്ല സിനിമയാണ്. ഇതിൽ
പ്രണയിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈമുക്കിയേ. ഞാൻ കോട്ടയം രമേശെന്തെങ്കിലും പ്രതീക്ഷിച്ചു. അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിലൊരു പ്രണയമുണ്ട്. അത് പലതരത്തിലായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയ കഥകൾ കേൾക്കുന്ന ഒരാളാണ്. കാരണം പ്രണയിച്ചിട്ടുള്ളവരാണല്ലോ പലപ്പോഴും ആ പൊരുത്തും നോക്കലുകൾക്കും അത്തരം കാര്യങ്ങൾക്കും വരുന്നത്. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായ, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത, ഒരുപക്ഷെ നമ്മുടെ ജീവിത ബന്ധാവിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ പ്രണയത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ്. വിഷ്ണു നമ്മുടെ സമീപ ജില്ലക്കാരനാണ്, അടൂരാണ് വീട്. അദ്ദേഹം ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിൽ വളർന്നു വന്ന ഒരാളാണ്. വളരെ സാധാരണ നിലയിൽ സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട് പച്ചയായ ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് വിഷ്ണുമോഹൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെയും മേപ്പടിയാനാണെങ്കിലും ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലുള്ളത്. നല്ല പ്രണയ കഥയായിരിക്കും. തീർച്ചയായും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ കൊല്ലംകാരാണ്. കാരണം ഇത് കൊല്ലത്ത് വെച്ച് നടത്തി. പോയി കാണില്ലേ? അപ്പൊ തിയേറ്ററിൽ പോയി എല്ലാവരും സിനിമ കാണണം. നേരത്തെ എന്റെ പേരാരോ പറഞ്ഞു. അപ്പൊ കോട്ടയം രവീശ്വരൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്താരെയോ നിർത്തിച്ച് പറയിച്ച ആളത് അല്ലല്ലോ. ആ പറഞ്ഞ ആൾക്കൊരു ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. നല്ലൊരു സിനിമയാണ്. മേരിൽ ദേവി മാമൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനിടയിലാണ് കാണുന്നത്. ഇത്രയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഇടപെടുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളോടൊക്കെ വളരെ കരുതലോടുകൂടി ഇടപെടുന്ന ആൾ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കൃഷ്ണപ്രസാദ് അടക്കമുള്ള ആളുകൾ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഈ സിനിമ ഒരു വലിയ വിജയമാക്കി മാറ്റുക. നന്ദി കൊല്ലം.